ഗുഡ് മോർണിംഗ്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ അഥവാ അതിൻ്റെ മാനേജ്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അതോടൊപ്പം തന്നെ സെബിയുടെ പവേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് അതിൻ്റെ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഓർ മാനേജ്മെൻറ്റ് ഓഫ് സെബി നോക്കാം. Organizational structure or management of SEBI. SEBI അഥവാ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അത് മാനേജ് ചെയ്യുന്നത് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ മാനേജ് ചെയ്യുന്നത് ഒരു ബോർഡാണ്. ദ ബോർഡ് കൺസിസ്റ്റിംഗ് ഓഫ് അപ്പോൾ ആ ഒരു ബോർഡിലെ വരുന്നത് അല്ലെങ്കിൽ അതിൻ്റെ സെബിയുടെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ചെയർമാൻ ഉണ്ടായിരിക്കും. അതിലൊരു ചെയർമാൻ ഉണ്ടായിരിക്കും. ചെയർമാനെ അപ്പോയിൻ്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണ്. അപ്പോൾ യൂണിയൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അപ്പോയിൻ്റ് ചെയ്യുന്ന ഒരു ചെയർമാൻ ഉണ്ടായിരിക്കും. പിന്നെ വരുന്നത് യൂണിയൻ ഫിനാൻസ് മിനിസ്ട്രിയുടെ ഓഫീസേഴ്സ് അവരിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ള 2 മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ 2 മെമ്പേഴ്സ് അല്ലേ, 2 മെമ്പേഴ്സ് ഫ്രം ദ ഓഫീസേഴ്സ് ഓഫ് യൂണിയൻ ഫിനാൻസ് മിനിസ്ട്രി. അപ്പോൾ 2 മെമ്പേഴ്സ് ഫ്രം എമംഗ് ദ ഒഫീഷ്യൽസ് ഓഫ് ദ മിനിസ്ട്രി ഓഫ് ദ സെൻട്രൽ ഗവൺമെൻറ് ഡീലിംഗ് വിത്ത് ഫിനാൻസ് ആൻഡ് ലോ. അപ്പോൾ സെൻട്രൽ ഫിനാൻസ് മിനിസ്റ്ററിയിൽ നിന്നുള്ള 2 ആളുകൾ ഉണ്ടായിരിക്കും. പിന്നെ 1 മെമ്പർ ഹു ഈസ് അപ്പോയിൻറ്റഡ് ഫ്രം ദ ആർ ബി ഐ അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അവരിൽ നിന്നുള്ള 1 മെമ്പർ ഉണ്ടായിരിക്കും. ആർ ബി ഐയിൽ നിന്ന് 1 മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. ദെൻ അതർ 2 മെമ്പേഴ്സ് ആർ അപ്പോയിൻറ്റഡ് ഓർ നോമിനേറ്റഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ്. പിന്നെ സെൻട്രൽ ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്യുന്ന 2 അംഗങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ ചെയർമാൻ ഉണ്ടായിരിക്കും, അപ്പോയിൻ്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണ്. ദെൻ പിന്നെ 2 മെമ്പേഴ്സ് വരുന്നത് യൂണിയൻ ഫിനാൻസ് മിനിസ്റ്ററിയിൽ നിന്നാണ്. യൂണിയൻ ഫിനാൻസ് മിനിസ്ട്രി. ദെൻ പിന്നെ വരുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ദെൻ പിന്നെ വരുന്നത് നോമിനേറ്റഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ്. ഇങ്ങനെ മൊത്തം ചെയർമാനും 5 മെമ്പേഴ്സും. അപ്പം ഇത്രയാണ് ഏതിൽ വരുന്നത്, ഇവരുടെ ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ വരുന്നത്. അപ്പോൾ സെബി മാനേജ് ചെയ്യുന്നത് ബോർഡാണ്. ബോർഡ് കൺസിസ്റ്റ് ഓഫ് ദീസ് പേഴ്സൺസ്. ദെൻ ഇതിൽ ഈ ഒരു ഔട്ട് ഓഫ് 5 മെമ്പേഴ്സ് ദെൻ 3 മസ്റ്റ് ബി ഹോൾ ടൈം മെമ്പേഴ്സ്. അതിൽ 5 പേരിൽ 3 പേരെ മുഴുവൻ സമയ അംഗങ്ങൾ ആയിരിക്കും. പിന്നെ ഡോക്ടർ എസ് എ ദേവ് ആണ് സെബിയുടെ ഫസ്റ്റ് ചെയർമാൻ. അപ്പോൾ ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത് ഡോക്ടർ എസ് എ ദേവ് ആണ്. പ്രസൻറ്റ് ചെയർമാൻ അജയ് ത്യാഗിയാണ്. അജയ് ത്യാഗിയാണ് പ്രസൻറ്റ് ചെയർമാൻ. 10th ഫെബ്രുവരി 2017 അദ്ദേഹത്തെ അപ്പോയിൻ്റ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു സെബിയുടെ എല്ലാ അഫയേഴ്സും അത് മാനേജ് ചെയ്യുന്നതും അതിൻ്റെ ഡയറക്ഷൻ, ജനറൽ സൂപ്പറിൻറ്റൻഡൻസ് ഇതൊക്കെ ഡയറക്ടർ ബോർഡാണ്. അപ്പോൾ ജനറൽ സൂപ്പറിൻറ്റൻഡൻസും ഡയറക്ഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ഓഫ് സെബി അത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് ചെയ്യുന്നത്. പിന്നെ സെബിയുടെ ഫങ്ഷൻസൊക്കെ എഫിഷ്യൻ്റായിട്ട് നടപ്പിലാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒഫീഷ്യൽസിനെ ആരെ അപ്പോയിൻ്റ് ചെയ്യുന്നുണ്ട്, ബോർഡ് അപ്പോയിൻ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജനറൽ സൂപ്പറിൻറ്റൻഡൻസും അതുപോലെ തന്നെ ഡയറക്ഷൻ ആൻഡ് മാനേജ്മെൻറ്റുമാണ് ആര് ചെയ്യുന്നത്, അതൊക്കെ ആരിൽ നിക്ഷിപ്തമാണ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലാണ്. പിന്നെ ഇതിൻ്റെ ഫങ്ഷണിങ്ങിന് ആവശ്യമായിട്ടുള്ള ഒഫീഷ്യൽസിനെ ആർക്ക് അപ്പോയിൻ്റ് ചെയ്യാം, ഡയറക്ടർ ബോർഡിനെ അപ്പോയിൻ്റ് ചെയ്യാം.
പിന്നെ നമ്മളിപ്പോൾ ഇതിലെ ബോർഡ് മെമ്പേഴ്സിൽ ബോർഡിൽ വരുന്ന അംഗങ്ങൾ ചെയർമാനും 5 മെമ്പേഴ്സുമാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ചെയർമാനും മറ്റു മെമ്പേഴ്സിനും എന്ത് ഉണ്ടായിരിക്കണം? അവർക്ക് സെക്യൂരിറ്റി മാർക്കറ്റ്, അവരുടെ ക്വാളിഫിക്കേഷനാണ് പറയുന്നത് കേട്ടോ. സെക്യൂരിറ്റി മാർക്കറ്റുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഡീൽ ചെയ്യുന്നതിന് കപ്പാസിറ്റിയുള്ള, അതുപോലെ തന്നെ എബിലിറ്റിയുള്ള, ഇൻ്റഗ്രിറ്റിയുള്ള അങ്ങനെയുള്ള വ്യക്തികളായിരിക്കണം അതിൻ്റെ ചെയർമാനും മറ്റേ മെമ്പേഴ്സും. അതേപോലെ തന്നെ അവർക്ക് ഫൈനാൻസ്, ലോ, എക്കണോമിക്സ്, അക്കൗണ്ടൻസി, അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയിട്ടുള്ള ആ വിഭാഗത്തിൽ അല്ലെങ്കിൽ ആ സബ്ജക്ട്സുകളിലെ സ്പെഷ്യൽ നോളജും ഉണ്ടായിരിക്കണം. അപ്പം അങ്ങനെയുള്ള ആളുകളെയാണ് എന്തായിട്ട് അപ്പോയിൻ്റ് ചെയ്യുന്നത്? സെബിയുടെ ചെയർമാനായിട്ടും മറ്റു മെമ്പേഴ്സുമായിട്ടായിട്ട് അപ്പോയിൻ്റ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു അഡ്മിനിസ്ട്രേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് സെബി 4 ഡിപ്പാർട്ട്മെൻറ്റുകൾ അവരെ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അഡ്മിനിസ്ട്രേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് അതിലെ ഒന്നാമത് വരുന്നത് പ്രൈമറി മാർക്കറ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. പ്രൈമറി മാർക്കറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. മറ്റൊന്ന് ഇഷ്യൂ മാനേജ്മെൻറ്റ് ആൻഡ് ഇൻ്റർമീഡിയറീസ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇഷ്യൂ മാനേജ്മെൻറ്റ് ആൻഡ് ഇൻ്റർമീഡിയറി ഡിപ്പാർട്ട്മെൻറ്റ്. ഇൻ്റർമീഡിയറീസ് ഡിപ്പാർട്ട്മെൻറ്റ്. ദെൻ സെക്കൻഡറി മാർക്കറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ അഡ്മിനിസ്ട്രേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ഇങ്ങനെ 4 ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ 4 ഡിപ്പാർട്ട്മെൻറ്റുകൾ അവർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് സെബിയുടെ മാനേജ്മെൻറ്റിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ദെൻ നെക്സ്റ്റ് നമുക്ക് വാട്ട് ആർ ദ പവേഴ്സ് ഓഫ് സെബി നോക്കാം. സെബിക്ക് എന്തൊക്കെ അധികാരങ്ങളാണ് ഉള്ളത് എന്ന് നോക്കാം. സെബി ആക്റ്റിലെ നമ്മൾ കുറേ ലക്ഷ്യങ്ങൾ നമ്മൾ കണ്ടു. അപ്പോൾ ആ ലക്ഷ്യങ്ങൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സെബിക്ക് ചില അധികാരങ്ങളും നൽകിയിട്ടുണ്ട്, സെബി ആക്റ്റ് നൽകിയിട്ടുണ്ട്. അപ്പോൾ സെബിയുടെ പവേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് വൺ പറയുക, പവർ ടു കൺട്രോൾ ആൻഡ് റെഗുലേറ്റ് സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കൺട്രോൾ ചെയ്യുന്നതിനും റെഗുലേറ്റ് ചെയ്യുന്നതിനുള്ള അധികാരം സെബിക്കുണ്ട്. ദെൻ സെക്കൻഡ് വൺ പറയുന്നത് പവർ ടു കൺട്രോൾ ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ്. ഇപ്പോൾ ബോഡി കോർപ്പറേറ്റുകളുടെ സെക്യൂരിറ്റീസ് ലിസ്റ്റ് ചെയ്യാം, അത് ലിസ്റ്റ് ചെയ്യുന്നത് നിയന്ത്രിക്കാനുള്ള അധികാരം. നമ്മൾ നേരത്തെ കണ്ടതാണ് ഫങ്ഷൻസിലെ ലിസ്റ്റിംഗ് പ്രൊസീജിയേഴ്സ് വെരിഫൈ ചെയ്യുക, ലിസ്റ്റിംഗ് റിക്വയർമെൻറ്റ്സ് നോക്കുക, അത് കംപ്ലൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അപ്പോൾ അങ്ങനെയുള്ള അതൊക്കെ ചെയ്യുന്നതിനുള്ള അധികാരമുണ്ട്. പിന്നെ മറ്റൊന്ന് വരുന്നത് പവർ ടു കോൾ ഫോർ പീരിയോഡിക്കൽ റിട്ടേൺസ് ഫ്രം റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ ദ കൺട്രി. ഇപ്പം നമ്മുടെ രാജ്യത്തുള്ള അംഗീകൃത സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ നിന്ന് പീരിയോഡിക്കൽ റിട്ടേൺസ് ആവശ്യപ്പെടാനുള്ള അധികാരം അതുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ അല്ലെങ്കിൽ സെബിക്ക് അണ്ടറിൽ വരുന്ന എല്ലാ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളും പീരിയോഡിക്കൽ റിട്ടേൺസ് ഫയൽ ചെയ്യണം. അപ്പോൾ അവരത് ഫയൽ ചെയ്യാനായിട്ട് ആവശ്യപ്പെടാനുള്ള അധികാരം സെബിക്കുണ്ട്. ദെൻ
മറ്റൊന്ന് വരുന്നത് പവർ ടു അമെൻഡ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. അപ്പോൾ അംഗീകൃത സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസുകളിലൊക്കെ നിയമങ്ങളും ചട്ടങ്ങളിലൊക്കെ ഭേദഗതി കൊണ്ടുവരാനുള്ള അധികാരമുണ്ട്. അപ്പോൾ അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിലെ ഭേദഗതി കൊണ്ടുവരാൻ, അത് അമെൻഡ് ചെയ്യാനുള്ള അധികാരം സെബിക്കാണ്. ദെൻ മറ്റൊരു പവർ എന്ന് പറയുന്നത് പവർ ടു കോൾ ഫോർ എനി ഇൻഫോർമേഷൻ ഓർ എക്സ്പ്ലനേഷൻ ഫ്രം റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അപ്പോൾ അംഗീകൃത സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ നിന്ന് എക്സ്പ്ലനേഷൻസ് ആവശ്യപ്പെടുന്നതിനെ, ഏതൊരു ഇൻഫോർമേഷൻസും ആവശ്യപ്പെടുന്നതിനുള്ള അധികാരം ഉണ്ടായിരിക്കും. ഇപ്പോൾ അംഗീകൃത സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ഏതെങ്കിലും ട്രാൻസാക്ഷൻസ് സെബിക്ക് അത് നല്ലതല്ല എന്നുള്ളത് തോന്നുകയാണെങ്കിൽ അതിനെതിരെ, ആ ട്രാൻസാക്ഷൻസിനെതിരെ എക്സ്പ്ലനേഷൻ ആവശ്യപ്പെടാം. അപ്പോൾ അങ്ങനെയുള്ള അധികാരമൊക്കെ സെബിക്ക് ഉണ്ടായിരിക്കും. ദെൻ മറ്റൊരു പവർ പറയുന്നത് പവർ ടു ഡയറക്റ്റ് എൻക്വയറീസ് ഈസ് ടു ബി മെയ്ഡ് ഇൻ റിലേഷൻ ടു അഫയേഴ്സ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആൻഡ് ഇറ്റ്സ് മെമ്പേഴ്സ്. ഇപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ പ്രവർത്തനങ്ങളെ ബന്ധപ്പെട്ടിട്ടും അതിലെ അംഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് അവർക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് എൻക്വയറീസ് ഒക്കെ കണ്ടക്ട് ചെയ്യാനുള്ള, അത് നടത്താനുള്ള അധികാരം ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ഏതെങ്കിലും ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനിൽ എന്തെങ്കിലും കറപ്ഷൻസ് ഉണ്ട് എന്നുള്ളത് സെബിക്ക് തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ അപ്പോൾ സെക്യൂരിറ്റി മാർക്കറ്റുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പേഴ്സൺ അല്ലെങ്കിൽ അതിൽ വരുന്ന മെമ്പേഴ്സ് എന്തെങ്കിലും മാൽ പ്രാക്ടീസസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവരൊരു ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റീസിൽ ഇൻവോൾവഡ് ആണ് എന്ന് സെബിക്ക് തോന്നുകയാണെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യാം, അവരുടെ ഡയറക്റ്റ് എൻക്വയറീസ് ഒക്കെ നടത്താം സെബിക്ക്. അപ്പോൾ അത് നടത്താനുള്ള അധികാരം ഉണ്ട്. ദെൻ മറ്റൊരു പവർ പറയുന്നത് പവർ ടു ഗ്രാൻഡ് രജിസ്ട്രേഷൻ ടു മാർക്കറ്റ് ഇൻ്റർമീഡിയറീസ്. ഇപ്പോൾ മാർക്കറ്റ് ഇൻ്റർമീഡിയറീസ് ഉണ്ടല്ലോ, അതായത് നമ്മൾ പറഞ്ഞു ബ്രോക്കേഴ്സ്, സബ് ബ്രോക്കേഴ്സ്, അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്ന ഏജൻറ്റുമാർ, അണ്ടർ റൈറ്റേഴ്സ്. അപ്പോൾ ഇവർക്കൊക്കെ രജിസ്ട്രേഷൻ നൽകുന്നത്, അത് അനുവദിക്കുന്നതിനുള്ള അധികാരം സെബിക്കാണ്. അപ്പോൾ അവർക്ക് രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യാം, പക്ഷേ രജിസ്ട്രേഷൻ ഗ്രാൻഡ് ചെയ്യാനുള്ള അധികാരം സെബിക്കാണ്. അതുപോലെ തന്നെ പവർ ടു ഗ്രാൻഡ് അപ്രൂവൽ ടു ബൈലോസ് ഓഫ് റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അതായത് അംഗീകൃത സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുടെ ബൈലോസ്, അവരുടെ നിയമാവലികൾ. ഇപ്പോൾ ഓരോ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾക്കും അവരുടേതായിട്ടുള്ള ചില നിയമാവലികൾ ഉണ്ടായിരിക്കും, അതിനെയാണ് അവരുടെ ബൈലോസ് എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ബൈലോസിനെ അംഗീകാരം നൽകുന്നത്, അതിനെ അപ്രൂവൽ അനുവദിക്കുന്നത് ആരാണ്, സെബിയാണ്. അപ്പോൾ സെബി അപ്രൂവ് ചെയ്തിട്ടുള്ള ബൈലോസാണ് അവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അവരുടെ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുടെ ബൈലോസിനെ അപ്രൂവൽ അനുവദിക്കുന്നത് സെബിയാണ്. അപ്പോൾ അതിനുള്ള അധികാരം സെബിക്കുണ്ട്. പിന്നെ ഒന്ന് വരുന്നത് പവർ ടു റെഗുലേറ്റ് ആൻഡ് രജിസ്റ്റർ വർക്കിംഗ് ഓഫ് കളക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീംസ് ഇൻക്ലൂഡിങ് മ്യൂച്വൽ ഫണ്ട്. മ്യൂച്വൽ ഫണ്ട് ഉൾപ്പെടെയുള്ള കളക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമുകളുടെ പ്രവർത്തനങ്ങൾ റെഗുലേറ്റ് ചെയ്യുന്നതിനും അവർക്ക് അവരുടെ രജിസ്ട്രേഷൻസ് കൺട്രോൾ ചെയ്യാനുള്ള അധികാരം സെബിക്കാണ് ഉള്ളത്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി അതിൻ്റെ ഒബ്ജക്റ്റീവ്സിലൊക്കെ പറഞ്ഞതാണ്, അപ്പോൾ കൂടുതൽ അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ പവർ ടു ലെവി ഫീസ് ആൻഡ് ഫൈന്. ഫീസുകളും ഫൈനുകളൊക്കെ അത് ഈടാക്കുന്നതിനുള്ള അധികാരം സെബിക്കുണ്ടായിരിക്കും. അതുപോലെ തന്നെ പവർ ടു പ്രൊമോട്ട് ആൻഡ് റെഗുലേറ്റ് സെൽഫ് റെഗുലേറ്ററി ബോഡീസ്. സെൽഫ് റെഗുലേറ്ററി ബോഡീസ് ഉണ്ടല്ലോ, അതായത് ഓർഗനൈസേഷൻ ഓഫ് ഇൻ്റർമീഡിയറീസ് റെപ്രസെൻ്റ് എ പെർട്ടിക്കുലർ സെഗ്മെൻറ്റ്സ് ഓഫ് ദ സെക്യൂരിറ്റീസ് മാർക്കറ്റ്. അതിനെ നമ്മൾ സെൽഫ് റെഗുലേറ്ററി ബോഡീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ സെക്യൂരിറ്റി മാർക്കറ്റിലെ അതിൻ്റെ ഒരു പെർട്ടിക്കുലർ സെഗ്മെൻറ്റ്സിനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടുള്ള ഇൻ്റർമീഡിയറീസിൻ്റെ ഓർഗനൈസേഷനുകളാണ്. അപ്പോൾ ഈ ഒരു സെൽഫ് റെഗുലേറ്ററി ബോഡീസിനെ റെഗുലേറ്റ് ചെയ്യുന്നതും പ്രൊമോട്ട് ചെയ്യാനുള്ള അധികാരം, അത് പ്രോത്സാഹിപ്പിക്കുന്നതിനും അതിനെ നിയന്ത്രിക്കുന്നതിനുള്ള അധികാരം സെബിക്കാണ് വരുന്നത്.
ദെൻ മറ്റൊരു പവർ പറയുന്നത് പവർ ടു പ്രൊഹിബിറ്റ് ഫ്രോഡുലൻ്റ് ആൻഡ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് റിലേറ്റിംഗ് ടു സെക്യൂരിറ്റീസ്. അപ്പോൾ സെക്യൂരിറ്റീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫ്രോഡുലൻ്റ് പ്രാക്ടീസസും അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് ഒക്കെ നിരോധിക്കുക, അത് പ്രൊഹിബിറ്റ് ചെയ്യാനുള്ള അധികാരം സെബിക്കുണ്ട്. ദെൻ പവർ ടു പ്രൊഹിബിറ്റ് ഇൻസൈഡർ ട്രേഡിങ്, ഇൻസൈഡർ ട്രേഡിങ് പ്രൊഹിബിറ്റ് ചെയ്യുന്നതിനുള്ള അധികാരം. ദെൻ പവർ ടു പ്രൊമോട്ട് ഇൻവെസ്റ്റേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഓഫ് ഇൻ്റർമീഡിയറീസ് ഇൻ ക്യാപിറ്റൽ മാർക്കറ്റ്. അപ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റിലെ വരുന്ന ഇൻ്റർമീഡിയറീസിനെ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിൻ്റെ എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുക. അപ്പം അതിനൊക്കെ ഉള്ള അധികാരം സെബിക്കുണ്ടായിരിക്കും. ദെൻ 15th വൺ പറയുന്നത് പവർ ടു സീക്ക് ഇൻഫോർമേഷൻ ആൻഡ് റെക്കോർഡ് ഫ്രം എനി ബാങ്ക് ഓർ എനി അതർ സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റീസ്. അതായത് ബാങ്കുകളിൽ നിന്നും മറ്റ് സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റീസിൽ നിന്നും റെക്കോർഡുകളും ഇൻഫോർമേഷൻസൊക്കെ നേടുന്നതിനുള്ള അധികാരം അത് സെബിക്കുണ്ടായിരിക്കും. ദെൻ മറ്റൊരു പവർ പറയുന്നത് പവർ ടു കണ്ടക്ട് ഇൻസ്പെക്ഷൻ ഓഫ് ബുക്സ്, രജിസ്റ്റേഴ്സ്, ഡോക്യുമെൻറ്റ്സ് ആൻഡ് റെക്കോർഡ് ഓഫ് ലിസ്റ്റഡ് കമ്പനീസ് ഓർ പബ്ലിക് കമ്പനീസ് ഇൻറ്റൻഡിങ് ടു ഗെറ്റ് ഇറ്റ് സെക്യൂരിറ്റീസ് ലിസ്റ്റഡ്. അപ്പോൾ എന്താണ് പവർ ടു കണ്ടക്ട് ഇൻസ്പെക്ഷൻ ഓഫ് ബുക്സ്, രജിസ്റ്റേഴ്സ്, ഡോക്യുമെൻറ്റ്സ് ആൻഡ് റെക്കോർഡ് ഓഫ് ലിസ്റ്റഡ് കമ്പനീസ്. ലിസ്റ്റഡ് കമ്പനീസുകളുടെയും അതുപോലെ തന്നെ പബ്ലിക് കമ്പനീസ് ഉണ്ടല്ലോ, അപ്പോൾ അവരുടെ സെക്യൂരിറ്റീസ് ലിസ്റ്റ് ചെയ്യുന്നതിനെ താല്പര്യമുള്ള അല്ലെങ്കിൽ ലിസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പബ്ലിക് കമ്പനികളുടെയും ലിസ്റ്റഡ് കമ്പനീസിൻ്റെയും റെക്കോർഡുകളും ഡോക്യുമെൻറ്റുകളും രജിസ്റ്ററുകളും ബുക്കുകളൊക്കെ പരിശോധിക്കാനുള്ള അധികാരം അത് സെബിക്കുണ്ടായിരിക്കും. ദെൻ 17th വൺ പറയുന്നത് പവർ ടു സസ്പെൻഡ് ട്രേഡിംഗ് ഓഫ് എനി സെക്യൂരിറ്റി. ഏതൊരു സെക്യൂരിറ്റിയുടെയും ട്രേഡിങ് സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരം. ഇപ്പോൾ കമ്പനികളൊക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ, അവരതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുകയാണെങ്കിൽ അവരുടെ എന്ത് ചെയ്യാം, അവരുടെ സെക്യൂരിറ്റീസ് സെക്കൻഡറി മാർക്കറ്റിൽ വിൽക്കുന്നത് സസ്പെൻഡ് ചെയ്യാം. അത് ഇതിനുള്ള അധികാരം സെബിക്കുണ്ട്. ദെൻ 18th വൺ പറയുന്നത് പവർ ടു കണ്ടക്ട് ഇൻവെസ്റ്റിഗേഷൻ in respect of transactions in securities which SEBI believe to be against the interest of investors or against market intermediaries. ഇപ്പോൾ മാർക്കറ്റ് ഇൻ്റർമീഡിയറീസിന് എഗെയിൻസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റിന് അവരുടെ താല്പര്യങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടോ ഒരു ട്രാൻസാക്ഷൻ സെക്യൂരിറ്റിയുടെ ട്രാൻസാക്ഷൻസ് നടക്കുന്നത് എന്ന് സെബി ബിലീവ് ചെയ്യുകയാണെങ്കിൽ ആ ട്രാൻസാക്ഷൻസിനെ സംബന്ധിച്ചിട്ട് ഇൻവെസ്റ്റിഗേഷൻസ് അന്വേഷണം നടത്താനുള്ള അധികാരം സെബിക്ക് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ പവർ ടു പ്രൊഹിബിറ്റ് യൂസ് ഓഫ് മാനിപ്പുലേറ്റീവ് ഓർ ഡിസെപ്റ്റീവ് പ്രാക്ടീസസ് ഇൻ കണക്ഷൻ വിത്ത് ഇഷ്യൂ, പർച്ചേസസ് ഓർ സെയിൽ ഓഫ് എനി സെക്യൂരിറ്റി. ഇപ്പോൾ ഏതൊരു സെക്യൂരിറ്റിയുടെയും ഇഷ്യൂ, അതിൻ്റെ പർച്ചേസസ് ഓർ സെയിൽസ് ഒക്കെ ഉണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ടിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഡിസെപ്റ്റീവ് പ്രാക്ടീസസോ അല്ലെങ്കിൽ എന്തെങ്കിലും മാനിപ്പുലേഷൻസോ ഒക്കെ നടത്തുകയാണെങ്കിൽ അത് പ്രൊഹിബിറ്റ് ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ടായിരിക്കും? സെബിക്ക് ഉണ്ടായിരിക്കും. അപ്പം ഇവിടെ മാർക്കറ്റിൻ്റെ ഫ്രീ ആൻഡ് ഫെയർ ഓപ്പറേഷൻസിനെ എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ഡെലിബറേറ്റ് അറ്റംപ്റ്റ് നടത്തുക, അതിനല്ലേ നമ്മൾ മാനിപ്പുലേറ്റീവ് ഓർ ഡിസെപ്റ്റീവ് പ്രാക്ടീസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഷെയർ ഇഷ്യൂവുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ സെക്യൂരിറ്റീസിൻ്റെ പർച്ചേസസ് ആൻഡ് സെയിൽസുമായി ബന്ധപ്പെട്ടിട്ടോ ഇങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാനിപ്പുലേറ്റീവ് ഓർ ഡിസെപ്റ്റീവ് പ്രാക്ടീസസ് നടത്തുകയാണെങ്കിൽ അത് പ്രൊഹിബിറ്റ് ചെയ്യാനുള്ള അധികാരം സെബിക്കുണ്ട്. ദെൻ 20th പറയുന്നത് പവർ ടു റെഗുലേറ്റ് സബ്സ്റ്റാൻഷ്യൽ അക്വിസിഷൻ ഓഫ് ഷെയർസ് ആൻഡ് ടേക്ക് ഓവർ ഓഫ് കമ്പനീസ്. അപ്പോൾ കമ്പനീസ് ടേക്ക് ഓവർ ചെയ്യുന്നതും ഷെയർസിൻ്റെ സബ്സ്റ്റാൻഷ്യൽ അക്വിസിഷൻ അതൊക്കെ റെഗുലേറ്റ് ചെയ്യാനുള്ള അധികാരം സെബിക്കാണ്. ദെൻ ലാസ്റ്റ് വൺ പറയുന്നത് പവർ ടു കണ്ടക്ട് റിസർച്ചസ്.
റിസർച്ചുകളൊക്കെ കണ്ടക്ട് ചെയ്യുക. അപ്പോൾ സെക്യൂരിറ്റി, ഫിനാൻഷ്യൽ മാർക്കറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിസർച്ചുകളൊക്കെ കണ്ടക്ട് ചെയ്യാനുള്ള അധികാരവും ആർക്ക് വരുന്നുണ്ട്? സെബിക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് സെബിയുടെ പവേഴ്സിൽ പറയുന്നത്. അപ്പോൾ ഒരു 10-21 പവേഴ്സ് നമ്മളിവിടെ അധികാരങ്ങൾ പറയുന്നുണ്ട്. കുറേയൊക്കെ നമ്മൾ ഒബ്ജക്റ്റീവ്സിലും ഫങ്ഷൻസിലും കണ്ടിട്ടുള്ള അതേ ഇത് തന്നെയാണ് അതിൻ്റെ പവേഴ്സിലും നമുക്ക് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് മെറിറ്റ്സ് ഓഫ് സെബി നോക്കാം. സെബിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അല്ലേ. ഇപ്പം നമുക്കറിയാം ഇന്ത്യൻ സെക്യൂരിറ്റി മാർക്കറ്റ് കൺട്രോൾ ചെയ്യുന്നതും റെഗുലേറ്റ് ചെയ്യുന്നതൊക്കെ സെബി ആണ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സെക്യൂരിറ്റി മാർക്കറ്റുമായി ബന്ധപ്പെട്ട എല്ലാ പാർട്ടീസിൻ്റെയും, ഇപ്പോൾ ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് ആയാലും ഇൻവെസ്റ്റേഴ്സ് ആയാലും അവരുടെ താല്പര്യങ്ങളൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ സെക്യൂരിറ്റി മാർക്കറ്റിൻ്റെ ഡെവലപ്മെൻറ്റ്സിന് വേണ്ടി ഒരു കൺസിഡറബിൾ കോൺട്രിബ്യൂഷൻ ആരെ നൽകുന്നുണ്ട്? സെബി നൽകുന്നുണ്ട്. നോക്കാം നമുക്ക് എന്തൊക്കെ മെറിറ്റ്സ് ആണ് സെബിക്ക് വരുന്നത് എന്നുള്ളത്. അപ്പോൾ അതിലെ മെറിറ്റ്സിലെ ഫസ്റ്റ് വൺ പറയുന്നത് സെബി ഹാസ് ടേക്കൺ മെഷേഴ്സ് ഫോർ അലോക്കേറ്റീവ് എഫിഷ്യൻസി ഇൻ ദ പ്രൈമറി മാർക്കറ്റ് വിത്ത് ഫെയർ ഡിഗ്രി ഓഫ് ട്രാൻസ്പെറൻസി അല്ലേ. സെബി ഹാസ് ടേക്കൺ മെഷേഴ്സ് ഫോർ അലോക്കേറ്റീവ് എഫിഷ്യൻസി ഇൻ ദ പ്രൈമറി മാർക്കറ്റ് വിത്ത് ഫെയർ ഡിഗ്രി ഓഫ് ട്രാൻസ്പെറൻസി. അപ്പോൾ പ്രൈമറി മാർക്കറ്റിൽ ന്യായമായ അല്ലേ സുതാര്യതയോടുകൂടെ ഒരു ഫെയർ ഡിഗ്രി ഓഫ് ട്രാൻസ്പെറൻസി, അപ്പോൾ സുതാര്യതയോടുകൂടെ കാര്യക്ഷമമായിട്ട്, അതായത് ഇതിൻ്റെ പ്രവർത്തനങ്ങളുടെ കാര്യക്ഷമതയ്ക്കായിട്ട് സെബി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് മെഷേഴ്സ് സെബി എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് സെക്യൂരിറ്റി മാർക്കറ്റിൻ്റെ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതിൻ്റെ ഫങ്ഷണിങ് ഓർ വർക്കിംഗ് എഫിഷ്യൻ്റായിട്ട് എഫക്റ്റീവായിട്ട് നടക്കുന്നതിന് വേണ്ടി ധാരാളം മെഷേഴ്സ് സെബി എടുത്തിട്ടുണ്ട്. ഏതോടൊപ്പം അതിൻ്റെ ട്രാൻസ്പാരൻസി അല്ലെങ്കിൽ ന്യായമായ അതിൻ്റെ ആ ഒരു സുതാര്യത ഉണ്ടല്ലോ, അപ്പോൾ അവിടുത്തെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനുകളുടെ അല്ലെങ്കിൽ സെക്യൂരിറ്റി മാർക്കറ്റിൻ്റെ ആ ഒരു സുതാര്യത നഷ്ടപ്പെടുത്താതെ ന്യായമായ സുതാര്യതയോടുകൂടെ ഫലപ്രദമായി കാര്യക്ഷമമായി പ്രവർത്തിക്കാനായിട്ട് സെബി വേണ്ട മെഷേഴ്സൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് പറയാം. ദെൻ മറ്റൊരു അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് എൻഷുർഡ് ഫെയർ ആൻഡ് ആഡിക്വേറ്റ് ഡിസ്ക്ലോഷർ റിഗാർഡിംഗ് ദ റിസ്ക് ഫാക്ടേഴ്സ് ഇൻ കണക്ഷൻ വിത്ത് പ്രൈമറി ഇഷ്യൂ ത്രൂ ഓഫർ ഡോക്യുമെൻ്റ്. അപ്പോൾ ഓഫർ ഡോക്യുമെൻ്റ് വഴി പ്രൈമറി ഇഷ്യൂ നടത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ട റിസ്ക് ഫാക്ടേഴ്സിനെ കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണോ അത് ഫെയർ ആയിട്ട് ആഡിക്വേറ്റ് ആയിട്ട് ഡിസ്ക്ലോഷർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുന്നു. അപ്പോൾ ഓഫർ ഡോക്യുമെൻ്റ് വഴി പ്രൈമറി ഇഷ്യൂ കണ്ടക്ട് ചെയ്യുമ്പോൾ, പ്രൈമറി ഇഷ്യൂ നടക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെ റിസ്ക് ഫാക്ടേഴ്സ് ആണ് അതുമായി കണക്ട് ചെയ്ത് വരുന്നത്, അത് എങ്ങനെയാണ് ഫെയർ ആൻഡ് ആഡിക്വേറ്റ് ഡിസ്ക്ലോഷർ അത് അവരെ ഉറപ്പുവരുത്തുന്നു. അപ്പോൾ അത് മതിയായ രീതിയിൽ വെളിപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അപ്പോൾ റിസ്ക് ഒളിപ്പിക്കുകയല്ല, ഹൈഡ് ചെയ്ത് വെക്കുകയല്ല, അത് ഡിസ്ക്ലോഷർ ചെയ്യുക, അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ പ്രൈമറി ഇഷ്യൂ ട്രാൻസ്പാരൻ്റ് ആയിട്ട് നടക്കുന്നതിനത് സഹായിക്കും, സ്മൂത്തായി നടക്കുന്നതിനത് സഹായിക്കും. ദെൻ മറ്റൊന്ന് പറയുന്നത് ഇറ്റ് ഹാസ് റെഗുലേറ്റഡ് ദ വർക്കിംഗ് ഓഫ് മർച്ചൻ്റ് ബാങ്കിങ് ബൈ രജിസ്റ്ററിങ് ദം അണ്ടർ 4 കാറ്റഗറീസ്. അതായത് മർച്ചൻ്റ് ബാങ്കിങ്ങിൻ്റെ പ്രവർത്തനം 4 വിഭാഗങ്ങളായി രജിസ്റ്റർ ചെയ്യുന്നതിലൂടെ അതിൻ്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കപ്പെടുന്നു. അപ്പോൾ റെഗുലേറ്റഡ് ദ വർക്കിംഗ് ഓഫ് മർച്ചൻ്റ് ബാങ്കിങ് ബൈ രജിസ്റ്ററിങ് ദം അണ്ടർ 4 കാറ്റഗറീസ്. അപ്പോൾ മർച്ചൻ്റ് ബാങ്കിങ്ങിൻ്റെ പ്രവർത്തനം റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ സെബി ഓൾസോ ഇഷ്യൂഡ് എ കോഡ് ഓഫ് കണ്ടക്ട് ഫോർ ദെയർ ഓപ്പറേഷൻ ഇൻ എ ഫെയർ മാനർ. അപ്പോൾ ന്യായമായ രീതിയിൽ ഫെയർ മാനറിൽ
അത് അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടന്നു പോകുന്നതിന് വേണ്ട ഒരു പെരുമാറ്റച്ചട്ടങ്ങൾ അവർക്ക് വേണ്ടിയിട്ടുള്ളത് അത് ഫോർമുലേറ്റ് ചെയ്യുന്നുണ്ട്, അത് ഇഷ്യൂ ചെയ്യുന്നുണ്ട് സെബി. അപ്പോൾ അവിടെ എന്താണ്, മെർച്ചൻ്റ് ബാങ്കിങ്ങിൻ്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടക്കുന്നതിനെ സെബി സഹായിക്കുന്നുണ്ട്. ദെൻ മറ്റൊരു അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് സെബി ഹാസ് ഫോർമുലേറ്റഡ് റൂൾസ് ആൻഡ് റെഗുലേഷൻ ഫോർ രജിസ്ട്രാറർ ടു ഇഷ്യൂ, ബാങ്കർ ടു ഇഷ്യൂ, അണ്ടർ റൈറ്റേഴ്സ് എക്സെട്ര അല്ലേ. ഇപ്പോൾ രജിസ്ട്രാറർ ഓഫ് ഇഷ്യൂ, ബാങ്കർ ടു ഇഷ്യൂ, അണ്ടർ റൈറ്റേഴ്സ് തുടങ്ങിയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് ഉണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അത് ഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അപ്പോൾ ഇങ്ങനെ ഇവർക്ക് വേണ്ടി ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോർമുലേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്താണ് അതുകൊണ്ടുള്ളൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്, ടു മേക്ക് ദം മോർ റെസ്പോൺസീവ് ടു ഗ്രേറ്റർ ട്രാൻസ്പെറൻസി, ബെറ്റർ സർവീസ് ആൻഡ് ബെറ്റർ അക്കൗണ്ടബിലിറ്റി അല്ലേ. അപ്പം അതുകൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്: ഗ്രേറ്റർ ട്രാൻസ്പെറൻസി, കൂടുതൽ സുതാര്യത, ബെറ്റർ സർവീസ്, മികച്ച സേവനം, ദെൻ ഗ്രേറ്റർ അക്കൗണ്ടബിലിറ്റി, കൂടുതൽ ഉത്തരവാദിത്വം. അപ്പം അതിനോട് കൂടുതൽ കമ്മിറ്റ്മെൻ്റ് ആക്കുന്നതിനെ, അതിനോട് കൂടുതൽ റെസ്പോൺസീവ് ആക്കുന്നതിനെ ഈ ഒരു ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസിനെ അത് കൊണ്ടുവരും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഏത് ഫോർമുലേറ്റ് ചെയ്യുന്നത്, ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോർമുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രേറ്റർ ട്രാൻസ്പെറൻസി, ബെറ്റർ സർവീസസ് ആൻഡ് ഗ്രേറ്റർ അക്കൗണ്ടബിലിറ്റി, ഇതിനോടൊക്കെ കൂടുതൽ റെസ്പോൺസീവ് ആകുന്നതിനെ, കൂടുതൽ പ്രതികരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസിന് വേണ്ടി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ സെബി ഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ മറ്റൊരു അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് ടേക്കൺ സം മെഷേഴ്സ് ടു ഇംപ്രൂവ് ദ വർക്കിംഗ് ഓഫ് സ്റ്റോക്ക് മാർക്കറ്റ് സോ ദാറ്റ് ദ ഇൻട്രസ്റ്റ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ആർ പ്രൊട്ടക്റ്റഡ് അല്ലേ. സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ധാരാളം മെഷേഴ്സ് സെബി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് ഇത് ഉറപ്പുവരുത്തുന്നു. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ താല്പര്യങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് സെബി സഹായിച്ചിട്ടുണ്ട്. ദെൻ മറ്റൊന്ന് പറയുന്നത് ഇറ്റ് ഈസ് സപ്പോർട്ട് ദ ഓവർ ദ കൗണ്ടർ മാർക്കറ്റ് ഫോർ ദ ലിസ്റ്റിംഗ് ഓഫ് സ്മോൾ കമ്പനീസ്. ഓവർ ദ കൗണ്ടർ മാർക്കറ്റ്, OTC മാർക്കറ്റ്, അത് ചെറിയ ചെറിയ കമ്പനീസൊക്കെ ലിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സെബിയിൽ ലിസ്റ്റ് ചെയ്തിട്ടാണ് സെക്കൻഡറി മാർക്കറ്റിലെ ഷെയർ ട്രേഡ് ചെയ്യണമെങ്കിൽ, സെക്യൂരിറ്റീസ് വാങ്ങുകയും വിൽക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ അതിൽ ലിസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു സെക്കൻഡറി മാർക്കറ്റിൽ. അപ്പോൾ എല്ലാ കമ്പനികൾക്കും സെക്കൻഡറി മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യാനായിട്ട്, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അതിന് ചില ക്രൈറ്റീരിയാസൊക്കെ ഉണ്ട്. അപ്പോൾ ആ ക്രൈറ്റീരിയ അച്ചീവ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന കമ്പനികൾക്ക് മാത്രമേ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഇത്ര വേണം എന്നുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലാത്ത ചെറിയ ചെറിയ കമ്പനീസ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അവർക്ക് അവരുടെ ഷെയറുകൾ വാങ്ങുകയും വിൽക്കുകയൊക്കെ ചെയ്യാനായിട്ട് ഒരു മീഡിയം അവർക്ക് വേണം. അപ്പോൾ അതാണ് ഓവർ ദ കൗണ്ടർ മാർക്കറ്റ് ഓർ OTC മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ OTC മാർക്കറ്റിലെ സ്മോൾ കമ്പനീസാണ് അതിൽ ലിസ്റ്റ് ചെയ്യുക. അപ്പോൾ സ്മോൾ കമ്പനീസിനെ ലിസ്റ്റിംഗ് ഒക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് OTC മാർക്കറ്റ്. അപ്പോൾ ആ OTC മാർക്കറ്റിനെ ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, സെബി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു ബെനിഫിറ്റാണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഇറ്റ് ഹാസ് പ്രിപ്പയർഡ് ആൻഡ് ഇംപ്ലിമെൻറ്റഡ് എ കോഡ് ഓഫ് കോണ്ടാക്ട് ഫോർ മ്യൂച്വൽ ഫണ്ട്. മ്യൂച്വൽ ഫണ്ടുകൾക്ക് വേണ്ടിയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസും അതുപോലെ തന്നെ അവർക്ക് വേണ്ട പെരുമാറ്റച്ചട്ടങ്ങളൊക്കെ തയ്യാറാക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നൊന്ന് വരുന്നത് ഇറ്റ് ഹാസ് ഇവോൾവ്ഡ് എ സിസ്റ്റം ഓഫ് റിഡ്രസൽ ഓഫ് ഇൻവെസ്റ്റേഴ്സ് ഗ്രിവൻസസ് ടു പ്രൊട്ടക്റ്റ് ദ ഇൻട്രസ്റ്റ് ഓഫ് ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്നതിനായിട്ട് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഗ്രിവൻസസ്, അവരുടെ പരാതികൾ പരിഹരിക്കുന്നതിനുള്ള ഒരു സംവിധാനം ആരാവിഷ്കരിച്ചിട്ടുണ്ട്, സെബി ആവിഷ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജസ് ആണ് അതിൻ്റെ. അതുപോലെ തന്നെ ഇറ്റ് ഹാസ് ടേക്കൺ അപ്പ് എ നമ്പർ ഓഫ് കേസസ് എഗെയിൻസ്റ്റ് കമ്പനീസ്, മ്യൂച്വൽ ഫണ്ട് ആൻഡ് മർച്ചൻറ്റ് ബാങ്കേഴ്സ് വിത്ത് ഇറഗുലാരിറ്റീസ് ആർ ഫൗണ്ട്. അപ്പോൾ ഇറഗുലാരിറ്റീസൊക്കെ
കണ്ടെത്തിയതിൻ്റെ ഭാഗമായിട്ട് മർച്ചൻ്റ് ബാങ്കേഴ്സിനും മ്യൂച്വൽ ഫണ്ടിനും അതുപോലെ കമ്പനികൾക്കെതിരെ ധാരാളം കേസുകൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇൻസൈഡർ ട്രേഡിങ് നടത്തുന്നതിന്, പ്രൈസ് റിഗ്ഗിങ്, അപ്പം അങ്ങനെയൊക്കെയുള്ള ഇറഗുലാരിറ്റീസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിനെതിരെ ധാരാളം കേസുകൾ കമ്പനികൾക്കെതിരെയും മ്യൂച്വൽ ഫണ്ടിനെതിരെയും മർച്ചൻ്റ് ബാങ്കേഴ്സിനെതിരെയൊക്കെ ഇവരെ എടുത്തിട്ടുണ്ട്. ദെൻ മറ്റൊരു അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് ട്രൈഡ് ടു എഡ്യൂക്കേറ്റ് ഇൻവെസ്റ്റേഴ്സ് by issuing guidelines and publishing book and also by registering certain active investors associations. അപ്പോൾ അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യാനായിട്ട് ഇവർ ശ്രമിക്കുന്നുണ്ട്. അവർക്ക് വേണ്ട ഗൈഡ് ലൈൻസ് ഇഷ്യൂ ചെയ്യുക ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ബുക്ക് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആക്റ്റീവ് ഇൻവെസ്റ്റേഴ്സ് അസോസിയേഷനുകളൊക്കെ, ഇൻവെസ്റ്റേഴ്സിൻ്റെ അസോസിയേഷനുകളൊക്കെ ഉണ്ടല്ലോ, അവരെ രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കുറേ ഹെൽപ്പ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ സെബി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് സെബിയുടെ മെറിറ്റ്സിൽ വരുന്നത്. ഇപ്പോൾ നമ്മൾ ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഓവറോൾ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ധാരാളം കാര്യങ്ങൾ സെബി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇറ്റ് സഫർ ഫ്രം സം ലിമിറ്റേഷൻസ്. ചില ലിമിറ്റേഷൻസ് ഇതിന് വരുന്നുണ്ട്, സെബിക്ക് വരുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് സെബിയുടെ ലിമിറ്റേഷൻസ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിലെ ഫസ്റ്റ് വൺ പറയുന്നത് മെനി റെഗുലേഷൻസ് ആൻഡ് റൂൾസ് ആർ ഫ്രെയിംഡ് ബൈ സെബി, അല്ലേ? ധാരാളം റെഗുലേഷൻസ് അതുപോലെ തന്നെ റൂൾസുകളൊക്കെ ഫ്രെയിം ചെയ്തിട്ടുണ്ട്, സെബി ഫ്രെയിം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ സെബി ഇങ്ങനെ ഫ്രെയിം ചെയ്തിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അപ്രൂവ് ചെയ്യുക, അതിന് അംഗീകാരം ലഭിക്കണം ഗവൺമെൻറ് തലത്തിൽ നിന്ന്. അപ്പോൾ ആ ഗവൺമെൻറ് തലത്തിൽ നിന്ന് അതിനെ അപ്രൂവൽ ലഭിക്കുന്നതിലുള്ള ആ ഒരു ബ്യൂറോക്രാറ്റിക് ഡിലേ, അത് സെബിയുടെ പ്രവർത്തനത്തെ അഡ്വേഴ്സലി അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ദോഷകരമായ രീതിയിൽ സെബിയുടെ പ്രവർത്തനത്തെ ബാധിച്ചിട്ടുണ്ട്. ദെൻ മറ്റൊന്ന് പറയുന്നത് സെബിക്ക് ഇപ്പോൾ ഈ കമ്പനികൾക്കെതിരെയും മ്യൂച്വൽ ഫണ്ടിനെതിരെയും ബ്രോക്കേഴ്സിനെതിരെയൊക്കെ അവരെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്കെതിരെ ക്രിമിനൽ കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യണമെങ്കിൽ സെബിക്ക് പ്രയർ പെർമിഷൻ വേണം. അപ്പോൾ പക്ഷെ അതും എന്തിനെ അഫക്റ്റ് ചെയ്യുന്നു? സെബിയുടെ സ്മൂത്ത് വർക്കിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സെബിക്ക് സ്വമേധയാ കേസെടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പം ഇങ്ങനെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വയലേറ്റ് ചെയ്യുന്ന കമ്പനികൾക്കെതിരെയോ മ്യൂച്വൽ ഫണ്ടിനെതിരെയോ ബ്രോക്കേഴ്സിനെതിരെയോ ക്രിമിനൽ കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യണമെങ്കിൽ അവർക്ക് പ്രയർ പെർമിഷൻ ലഭിക്കണം ഗവൺമെൻറ്റിൻ്റെ. അപ്പോൾ ദിസ് ഹാസ് അഫക്റ്റഡ് ദ സ്മൂത്ത് വർക്കിംഗ് ഓഫ് സെബി. അത് സെബിയുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നു. ദെൻ മറ്റൊന്ന് വരുന്നത് സെബി ഒരു ഓട്ടോണമസ് ബോഡി അല്ല. അതിൻ്റെ ഡയറക്ടർ ബോർഡിലെ ഗവൺമെൻറ് നോമിനീസാണ് കൂടുതലായിട്ടും വരുന്നത്. നമ്മൾ പറഞ്ഞു ഒരു ചെയർമാനെ അപ്പോയിൻ്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണ്, അല്ലേ? യൂണിയൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ്. അതുപോലെ തന്നെ സെൻട്രൽ ഫിനാൻസ് മിനിസ്ട്രിയിൽ നിന്നാണ് 2 പേര് വരുന്നത്. പിന്നെ RB റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഒരാളുണ്ട്. പിന്നെ സെൻട്രൽ ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്യുന്നതാണ് ബാക്കിയുള്ള അംഗങ്ങൾ. അപ്പോൾ ഡൊമിനേറ്റ് ചെയ്യുന്നത് കൂടുതലും ആരാണ്? ഗവൺമെൻറ് നോമിനീസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദർ ഈസ് പോസിബിലിറ്റി ഓഫ് പൊളിറ്റിക്കൽ ഇൻ്റർഫറൻസ് ഇൻ ദ വർക്കിംഗ് ഓഫ് സെബി. സെബിയുടെ പ്രവർത്തനങ്ങളിലെ പൊളിറ്റിക്കൽ ഇൻ്റർഫറൻസ് വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വരുന്നത് സെബിയുടെ ലിമിറ്റേഷൻസിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തത് മാനേജ്മെൻറ്റ് ഓഫ് സെബിയും അതുപോലെ തന്നെ സെബിയുടെ പവറും അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസും ആണ്. അപ്പോൾ അതിലെ മാനേജ്മെൻറ്റിൽ നമ്മൾ പറഞ്ഞു സെബി ഈസ് മാനേജ്ഡ് ബൈ എ ബോർഡ്. ദെൻ ബോർഡ് കൺസിസ്റ്റ് ഓഫ് എ ചെയർമാൻ, 2 members ഫ്രം സെൻട്രൽ ഫിനാൻസ് മിനിസ്ട്രി, 1 member ഫ്രം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, 2 other members ഫ്രം നോമിനേറ്റഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ്. പിന്നെ ജനറൽ സൂപ്പറിൻറ്റൻഡൻറ്റ് ഡയറക്ഷൻ ആൻഡ് മാനേജ്മെൻറ്റ് വെസ്റ്റഡ് ഇൻ എ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ദെൻ മറ്റ് ഫങ്ഷൻസ് ഒക്കെ നടത്തുന്നതിന് ഒഫീഷ്യൽസ് ഉണ്ടായിരിക്കും. പിന്നെ ചെയർമാനും മറ്റ് മെമ്പേഴ്സിനും സെക്യൂരിറ്റി മാർക്കറ്റുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഒക്കെ ഡീൽ ചെയ്യുന്നതിൽ എബിലിറ്റി ഉള്ള ആളായിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞു.
അതുപോലെ തന്നെ അവർക്ക് ഫിനാൻസ്, ലോ, എക്കണോമിക്സ്, അക്കൗണ്ടബിലിറ്റി ആൻഡ് അഡ്മിനിസ്ട്രേഷനിലെ സ്പെഷ്യൽ നോളജ് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. പിന്നെ അഡ്മിനിസ്ട്രേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് സെബീനെ 4 ഡിപ്പാർട്ട്മെൻറ്റ് അവർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പ്രൈമറി മാർക്കറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇഷ്യൂ മാനേജ്മെൻറ്റ് ആൻഡ് ഇൻ്റർമീഡിയറീസ് ഡിപ്പാർട്ട്മെൻറ്റ്, സെക്കൻഡറി മാർക്കറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. പിന്നെ നമ്മൾ പവറാണ് പറഞ്ഞത്. പവേഴ്സ് ഓഫ് സെബി നമ്മളൊരു ഏകദേശം ഒരു 21 പവേഴ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പവർ ടു കൺട്രോൾ ആൻഡ് റെഗുലേറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, കൺട്രോൾ ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ്, പിന്നെ കോൾ ഫോർ പീരിയോഡിക്കൽ റിട്ടേൺ ഫ്രം റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, amend rules and regulations of recognized stock exchange, call for any information or explanation from recognized stock exchange, then power to direct inquiries to be made, grant registration to market intermediaries, grant approval to bylaws of recognized stock exchange, regulate and register of working of collective investment scheme, levy fees and fine, promote and regulate a self-regulatory body, prohibit a fraudulent and unfair trade practices, prohibit a insider trading, promote investors education and training to intermediaries, then seek information and record from bank or any other statutory authority, conduct inspection of books, registers, document and records of listing companies and public company intending to listing, then power to suspend trading of any security, conduct investigation, then prohibit the use of manipulative and deceptive practices in security trading, then regulate a substantial acquisition of shares and takeover of companies, power to conduct research. ഇത്രയൊക്കെയാണ് വരുന്നത്. പിന്നെ നമ്മൾ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ആണ് പറഞ്ഞത്. മെറിറ്റ്സിലെ നമ്മൾ പറഞ്ഞു പ്രൈമറി മാർക്കറ്റിൻ്റെ എഫിഷ്യൻസി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഫെയർ ആൻഡ് ആഡിക്വേറ്റ് ഡിസ്ക്ലോഷർ റിഗാർഡിംഗ് റിസ്ക് ഫാക്ടേഴ്സ് കണക്ഷൻ വിത്ത് പ്രൈമറി ഇഷ്യൂ അത് എൻഷുർ ചെയ്യുന്നു എന്ന് പറഞ്ഞു. മർച്ചൻ്റ് ബാങ്കിങ്ങിൻ്റെ പ്രവർത്തനങ്ങൾ റെഗുലേറ്റ് ചെയ്യുന്നു പറഞ്ഞു. അവർക്ക് വേണ്ട കോഡ് ഓഫ് കണ്ടക്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ വർക്കിംഗ് ഇംപ്രൂവ് ചെയ്യുന്നതിനുള്ള മെഷേഴ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഓവർ ദ കൗണ്ടർ മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇറഗുലാരിറ്റീസ് കണ്ട അതിനെതിരെ മർച്ചൻ്റ് ബാങ്കേഴ്സ്, മ്യൂച്വൽ ഫണ്ട് ആൻഡ് കമ്പനികൾക്കെതിരെ കേസ് വന്നിട്ടുണ്ട്. പിന്നെ ഇൻവെസ്റ്റേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യാനായിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഗൈഡ് ലൈൻസ് ഇഷ്യൂ ചെയ്യുക, ബുക്ക് പബ്ലിഷ് ചെയ്യുക, പിന്നെ അവരുടെ ആക്റ്റീവ് ഇൻവെസ്റ്റേഴ്സ് അസോസിയേഷൻ്റെ രജിസ്ട്രേഷൻ ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ലിമിറ്റേഷൻ നമ്മൾ പറഞ്ഞു. സെബി ഫ്രെയിം ചെയ്തിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ അപ്രൂവൽ ചെയ്യുന്നതിന് ഗവൺമെൻറ് തലത്തിലുണ്ടാകുന്ന ആ ഒരു ബ്യൂറോക്രാറ്റിക് ഡിലേയ്സ് അതിൻ്റെ പ്രവർത്തനത്തെ അഡ്വേഴ്സായിട്ട് അഫക്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് ക്രിമിനൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വയലേറ്റ് ചെയ്യുന്നതിനെതിരെ ക്രിമിനൽ കംപ്ലൈൻസ് ഫയൽ ചെയ്യണമെങ്കിൽ പ്രയർ പെർമിഷൻ വേണം. അതും സ്മൂത്ത് വർക്കിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്നു. പിന്നെ പൊളിറ്റിക്കൽ ഇൻ്റർഫിയറൻസിനുള്ള ചാൻസസ്. ഇത്രയാണ്. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.